കായംകുളത്ത് വീട്ടിൽ നിന്നും 14.5 പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ മരുമകൾ അറസ്റ്റിൽ. ഒരു വർഷത്തിന് ശേഷമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. കായംകുളത്ത് സ്വദേശി സാബു ഗോപാലന്റെ വീട്ടിൽ നിന്ന് സ്വർണം മോഷണം പോയ കേസിലാണ് മരുമകൾ ഗോപിക പിടിയിലായത്. 2024 മെയ് 10-നാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം മറ്റൊരു ബന്ധുവിന്റെ സ്വർണം തന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടുവെന്ന് ഗോപിക പറഞ്ഞതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് 2 മോഷണങ്ങളും പുറത്തു വന്നത്. ബി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഇത് ഒരു വർഷം മുൻപ് നടന്ന സംഭവമാണ്. പക്ഷേ അതുവരെയും ഒരു വർഷത്തോളം പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ കുടുംബം പോലീസിൽ പരാതിപ്പെട്ടിരുന്നില്ലേ? പോലീസിൻ്റെ കണ്ടെത്തൽ എന്തായിരുന്നു? അതായത് ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഒടുവിൽ എങ്ങനെയാണ് ഈ മോഷണ കേസിൽ മരുമകളിലേക്ക് അന്വേഷണം എത്തിയത്? ടോം, ഒരു കള്ളം ചെയ്യുന്നു, പിടിക്കപ്പെടുന്നില്ല. ഇതിൽ ആത്മവിശ്വാസമുണ്ടായി വീണ്ടും ഇതേ കള്ളം ആവർത്തിക്കുന്നു, അങ്ങനെ പിടിക്കപ്പെടുന്നു. സ്വാഭാവികമായും പോലീസിൻ്റെ ഒരു തീര തന്നെയാണ്. ആദ്യം ഒരു മോഷണം നടത്തി അതിൽ പ്രതി പിടിയിലായില്ലെങ്കിൽ വല്ലാത്ത ആത്മവിശ്വാസമുണ്ടാകും. അങ്ങനെ വീണ്ടും കുറ്റകൃത്യത്തിലേക്ക് പോകാനുള്ള പ്രവണതയുണ്ടാകും. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഗോപിക പിടിയിലായിരിക്കുന്നത്. 2024-ലാണ് ആദ്യത്തെ സംഭവം നടക്കുന്നത്. സാബു ഗോപാലൻ്റെ മകൻ്റെ ഭാര്യയാണ് ഗോപിക. ഈ വീട്ടിൽ നിന്ന് ഏതാണ്ട് 14 പവൻ സ്വർണം മോഷണം പോവുകയാണ്. ആ വീടിൻ്റെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ്. പക്ഷേ ആരാണ് കവർന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ആ സമയത്ത് പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് വീട്ടിലെത്തുകയും അവിടെ വന്നുപോയ ആളുകൾ, അതായത് കേബിളിൻ്റെ ആൾക്കാരുണ്ട്, KCBയുടെ ആൾക്കാരുണ്ട്, ആ വീട്ടിൽ വന്നുപോയ ബന്ധുക്കളുണ്ട്, ഇവരെല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പെൺകുട്ടി, ഒരു 27 വയസ്സുള്ള പെൺകുട്ടി മോഷണം നടത്തുമെന്ന ഒരു ധാരണയോ അങ്ങനെയുള്ള ഒരു കണക്ക് കൂട്ടലോ ആ വീട്ടുകാർക്കില്ല. മാത്രമല്ല, അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവന്നാൽ അതുവഴി ഉണ്ടാകുന്ന അപമാനം, അതെല്ലാം തന്നെ കണക്കിലെടുത്താണ് ആ കേസിൻ്റെ ഒരു അന്വേഷണം. അത് ഏറെക്കുറെ നിലച്ച മട്ടിലായിരുന്നു. ആരാണ് പ്രതിയെന്ന് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു. അപ്പോഴാണ് ഈ പുതിയ സംഭവം നടക്കുന്നത്. ഇതേ സാബു ഗോപാലൻ്റെ മരുമകൾ ഗോപികയെ മറ്റൊരു ബന്ധു, സാബു ഗോപാലൻ്റെ തന്നെ മറ്റൊരു ബന്ധു 11 പവൻ സ്വർണം ഈ കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്, ഈ യുവതിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ബാങ്കിലെ ലോക്കറിൽ വെക്കാൻ പറയുന്നു. അങ്ങനെ ലോക്കറിൽ വെക്കുകയും ആ ലോക്കറിൽ വെച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് തിരികെ ഈ സ്വർണം കൊണ്ടുവരുമ്പോൾ തനിക്ക് ബോധക്ഷയമുണ്ടായെന്നും കയ്യിലുണ്ടായിരുന്ന സ്വർണവും 1000 രൂപയും നഷ്ടമായെന്നും പറയുന്നു. പോലീസിൽ ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഈ സംഭവം കൂടി വന്നതോടെ പോലീസ് കൂടുതൽ ഊർജിതമായി ഈ അന്വേഷണത്തിന് പിന്നാലെ പോവുകയാണ്. ഈ വീട്ടുകാരോ ഗോപികയോ അല്ലെങ്കിൽ ഗോപികയുടെ ബന്ധുക്കളോ ബാങ്കിൽ രണ്ടാമതൊരിക്കൽ കൂടി എത്തുന്നതിന് മുൻപ് പോലീസ് സംഘം അവിടെ എത്തുകയും ഇങ്ങനെ ലോക്കറിൽ ഈ സ്വർണം വെച്ചിരുന്നു എന്ന കാര്യം പരിശോധിക്കുന്നു. അവിടുത്തെ രേഖകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ലോക്കറിൽ സ്വർണം വെച്ചിരുന്നില്ല എന്ന കാര്യം മനസ്സിലാകുന്നു. അപ്പോൾ തന്നെ ഇതിലെ തട്ടിപ്പ്, ഇതിലെ മോഷണ സാധ്യത പോലീസിന് മനസ്സിലാകുന്നു. തുടർന്ന് ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. സ്റ്റേഷനിലേക്ക് ഗോപികയെ വിളിച്ചു വരുത്തി കായംകുളം DOSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കാര്യത്തിൽ വിശദമായി ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഗോപിക പറയുന്നത് തന്നെ ഈ ബന്ധു ഏൽപ്പിച്ച 11 പവൻ മറ്റൊരാളെ ഏൽപ്പിച്ചു, മറ്റൊരു സഹോദരിയെ ഏൽപ്പിച്ചു, അവരാണ് ലോക്കറിൽ വെക്കാൻ പോയത് എന്ന കാര്യം പറയുന്നു. പക്ഷേ അങ്ങനെ പരിശോധിക്കുമ്പോഴും ആ വ്യക്തിയെ വിളിച്ച് പരിശോധിക്കുമ്പോഴും അവർ ലോക്കറിൽ വെക്കാൻ വേണ്ടി ബാങ്കിലേക്ക് പോയിട്ടില്ല. അങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല. അതായത് ലോക്കറിൽ വെച്ചു എന്ന് പറയുന്നത് വ്യാജമാണെന്ന് കണ്ടെത്തുന്നു. മാത്രമല്ല, തുടർന്ന് ഉള്ള പരിശോധനയിൽ ഗോപികയുടെ ബാഗിൽ നിന്ന് തന്നെ ഈ സ്വർണം കണ്ടെത്തുകയാണ്. 11 പവൻ സ്വർണം, അതായത് രണ്ടാമത്തെ സംഭവത്തിൽ ലോക്കറിൽ വെക്കാൻ കൊടുത്ത സ്വർണം ഗോപികയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തുന്നു. ആദ്യത്തെ സ്വർണം മോഷണം പോയത്, അതായത് 14 പവൻ, അതിൽ നഷ്ടപ്പെട്ടത് 10 പവൻ്റെ മാലയും 4 പവൻ്റെ 4 വളകളും 1/2 പവൻ്റെ താലിയുമാണ്. ഇങ്ങനെ 14.5 പവൻ സ്വർണമാണ് 2024-ൽ കവർച്ച അല്ലെങ്കിൽ മോഷണം പോകുന്നത്. ഇതാര് എന്നത്, ആര് എടുത്തു എന്നതിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സംഭവത്തോടുകൂടി വിശദമായി ചോദ്യം ചെയ്തതോടുകൂടി കാര്യങ്ങൾ പുറത്തു വരികയാണ്. അതിൽ ഗോപിക പറയുന്നത് തൻ്റെ സ്വർണം, അതായത് ഗോപികയുടെ വിനോദ്, ഈ ഒരു വർഷം മുൻപ് നടന്ന മോഷണ കേസ് ഒരു ഘട്ടത്തിൽ പോലും ഈ മരുമകളിലേക്ക് ആർക്കും ഒരു സംശയം തോന്നിയിരുന്നില്ലേ? ഇവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? കാരണം ഇതിനു മുൻപ് ഏതെങ്കിലും ഇതുപോലുള്ള മോഷണം മറ്റോ നടത്തിയിട്ടുണ്ടോ? അതോ ഈ കുടുംബത്തിൽ മാത്രമാണോ ഇത്ര കുറ്റകൃത്യം ഇവർ ചെയ്തിട്ടുള്ളത്? ഇതിനു മുൻപുള്ള ഏതെങ്കിലും സംഭവങ്ങൾ, ഇവരുടെ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജോലി, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ജോലിയുള്ള ഒരു വ്യക്തിയാണോ ഈ മോഷണ കേസിൽ പിടിയിലായ യുവതി? ടോം, ഇതിൽ ഗോപിക പറയുന്നത് താൻ ആദ്യം ഈ സ്വർണം എടുത്തത്
തൻ്റെ സ്വന്തം സ്വർണ്ണാഭരണങ്ങൾ പണയത്തിലിരിക്കുകയായിരുന്നു. അതായത് വീട്ടിൽ നിന്ന് വരുമ്പോൾ, ഈ ഭർതൃഗൃഹത്തിലേക്ക് വരുമ്പോൾ തനിക്ക് കൈവശമുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ പണയത്തിൽ പോകുന്ന സാഹചര്യമുണ്ടായി. ഈ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം ഭർത്തൃ വീട്ടിൽ ഇങ്ങനെ ഒരു മോഷണം നടത്തുന്നത്, 14.5 പവൻ എടുക്കുന്നത് എന്ന കാര്യം ഗോപിക പറയുന്നുണ്ട്. അതിന് കാരണമായി പോലീസിനോട് പറയുന്നത് ഇവരുടേത് പ്രണയ വിവാഹമായിരുന്നു. ഗോപികയുടെ ഭർത്താവ് സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇവരുടേത് പ്രണയ വിവാഹമായിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ കൂടുതൽ താല്പര്യമെടുത്ത് നടത്തിയ ഒരു കല്യാണമാണ്. അങ്ങനെ ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ സ്വർണം പണയത്തിൽ പോയി ആ സ്വർണം തിരികെ എടുക്കുന്നതിന് ഭർത്തൃ വീട്ടിലെ സ്വർണം കവർന്നു എന്ന കാര്യമാണ് മൊഴിയായി നൽകിയിട്ടുള്ളത്. പക്ഷേ പോലീസ് ഇതിൻ്റെ സാധ്യതകളെല്ലാം പരിശോധിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഏതായിരുന്നാലും ആദ്യത്തെ കവർച്ച മറച്ചുവെക്കാൻ കഴിഞ്ഞു. അതിലുണ്ടായ ആത്മവിശ്വാസം അങ്ങനെ രണ്ടാമത്തെ കവർച്ചയിലേക്ക് പോകുന്നു. രണ്ടാമത്തെ കവർച്ചയിൽ പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ലോക്കറിൽ വെച്ചു എന്ന് പറയുന്നയാൾ അവിടെ നിന്ന് തിരിച്ചെടുത്തു എന്ന് പറയുന്നയാൾ പിന്നീട് പോലീസ് രേഖകൾ പരിശോധിക്കുമ്പോൾ ആ ധനകാര്യ സ്ഥാപനത്തിലേക്ക് തന്നെ പോയിട്ടില്ല, അവിടെ അങ്ങനെ ലോക്കറിൽ വെച്ചിട്ടില്ല. പിന്നെ ഒരു ബന്ധുവിനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നു. ആ ബന്ധുവിനെ ചോദ്യം ചെയ്യുമ്പോൾ തനിക്ക് അങ്ങനെ സ്വർണം കിട്ടിയില്ല എന്ന് ബന്ധു പറയുന്നു. ഒരുപക്ഷെ ഈ വീട്ടുകാർ തന്നെ നടത്തിയ കാര്യമാണോ, അതായത് ആദ്യത്തെ മോഷണത്തിൽ പ്രതിയാണെന്ന് സംശയിച്ച് വീണ്ടും സ്വർണം കയ്യിൽ കൊടുത്ത് തന്ത്രപരമായി കുടുക്കിയതാണോ എന്ന് പോലും സംശയമുണ്ട്. ഒരുപക്ഷെ അത് വീട്ടുകാർ പറയില്ല. ആദ്യത്തെ 14.5 പവൻ നഷ്ടമാകുന്നുണ്ട്. ഒരുപക്ഷെ ഗോപികയിൽ ആ വീട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും വീണ്ടും 11 പവൻ നൽകി ഇത് ലോക്കറിൽ വയ്ക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ പൂർണ്ണമായും സ്വതന്ത്രമായി സ്വർണം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പ്രതിയെ കൊടുക്കുന്നതിന് വേണ്ടി ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തുണ്ടായ നടപടിയാണോ എന്ന് നമ്മളിതിനെ കാണേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും തുടർച്ചയായ 2 സംഭവങ്ങൾ അതിലൂടെ ഇപ്പോൾ ഈ മോഷ്ടാവ് പിടിയിലായിരിക്കുന്നു. ആരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റേതായ ന്യായീകരണങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിലും വളരെ വലിയ കുറ്റം തന്നെയാണ്. പോലീസിനെ സംബന്ധിച്ച് ഒരു തെളിയാത്ത കേസിന് കൂടി തുമ്പുണ്ടായിരിക്കുന്നു. 2 മോഷണ കേസുകളാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. 1 വർഷം മുൻപ് സ്വന്തം വീട്ടിൽ നിന്നും 14 പവൻ സ്വർണം മോഷ്ടിച്ച കേസിലാണ് മരുമകൾ പിടിയിലായിരിക്കുന്നത്.